സംസാരിച്ചുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നത് സൗദ കണ്ടു. അവൾ ആകാംക്ഷയോടെ സാബിയുടെ നേർക്ക് തന്നെ നോക്കി. മക്കർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടു. സാബി രണ്ടുപേരെയും ചേർത്ത് നിർത്തി മുടിയിൽ തലോടി. അപ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികൾ അവരെ വിളിച്ചു. അതോടെ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് കളിക്കാനായി ഓടി. മക്കളെല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിയാണ്. ഇവിടെ തണൽ വിരിച്ചു നിൽക്കുന്ന നല്ല മരങ്ങളുള്ളതുകൊണ്ട് ഒട്ടും വെയിൽ കൊള്ളില്ല. മാവെല്ലാം പൂത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മാങ്ങകളും കാണാനുണ്ട്. കുട്ടികൾ പലപ്പോഴും കണ്ണിമാങ്ങ വീണുപോയത് പെറുക്കിയെടുത്ത് തിന്നുന്നത് കാണാം. അല്പം കഴിഞ്ഞപ്പോൾ സാബി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ടായിരുന്നു. എന്തു പറ്റി സാബി? അല്പം വേദനയോടെ സൗദ ചോദിച്ചു. ആദ്യമൊന്നും അവളൊന്നും പറഞ്ഞില്ല. പിന്നെ മടിച്ചു പറയാൻ തുടങ്ങി. ഇക്കാനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നു. ലൈലത്താണ് വിളിച്ചത്. അവരെയൊക്കെ വിളിച്ചു പറഞ്ഞതാണത്രേ. ഓ, നന്നായി. കണക്കായി പോയി. ഓൻ്റെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നോ? അവൻ അതിനെ വേണം. സൗദയുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്നത് ആ വാക്കായിരുന്നു. സാബി അറിയാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ നിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തന്നെ ജമാൽ ഉഡായിപ്പാണെന്ന കാര്യം. പോയി കുടുങ്ങാണ് പതിവ്. അവിടെ വല്ല സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും അല്ലേ? അതൊന്നും എന്നോട് പറഞ്ഞില്ല. കഫീൽ പരാതി കൊടുത്തതാണത്രേ. അതെന്തായാലും സന്തോഷമായി. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? അവനെ അതന്നെ വേണം. സൗദ പറഞ്ഞത് കേട്ടപ്പോൾ സാബിയുടെ മുഖത്ത് വിഷമം കണ്ടു. എന്താ സാബി ഇത്? ഈ ഇത്ര മണ്ടിയായി പോയല്ലോ. അന്നെ അവന് തൊലാക്ക് ചെല്ലിയില്ലേ? പിന്നെന്താ? നിന്നെ അയാൾ എത്രമാത്രം വിഷമിപ്പിച്ചോ? എൻ്റെ ജീവിതം കളഞ്ഞു. 2 പെൺകുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ പേരിൽ എന്നെ കളഞ്ഞ് അയാൾ വേറൊരു പെണ്ണിനെ കെട്ടി. നിവൃത്തിയില്ലാതെ ഈ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നല്ലേ. അയാൾ എന്നെ മൊഴി ചെല്ലുകയും ചെയ്തു. അതിന് പഠിച്ചവൻ കൊടുത്ത ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇത്താ, എനിക്ക് വിഷമമൊന്നുമില്ല. മക്കളുടെ ബാപ്പയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. സൗദ സാബിയുടെ തോളിലൊരു അടി വെച്ച് കൊടുത്തു. ഇനിയും നീ ഇതുപോലെ സങ്കടപ്പെട്ട് നിന്നാലേ അടുത്ത അടി നിൻ്റെ മുഖത്തായിരിക്കും. അല്പെങ്കിലും പ്രാക്ടിക്കലായി ചിന്തിക്ക്. ഞാൻ നിന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ജീവിതത്തിൽ നിന്നെ ഉപദ്രവിച്ചതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകരുത്. അവർക്കുള്ള ശിക്ഷയെല്ലാം പഠിച്ചോ കൊടുത്തോളും. നിരപരാധി ഒന്നല്ലല്ലോ. എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നം തന്നെ ഉണ്ടായിരിക്കും. അതാ പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ളവരൊക്കെ കുടുങ്ങുക തന്നെ വേണം. സൗദി പോലീസുകാരെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ തലവെട്ടെന്ന് കേൾക്കുന്നു. അത് കേട്ടപ്പോഴാണ് സൗദ പൊട്ടിച്ചിരിച്ചത്. എടി മൊണ്ടക്കുണാപ്പിയെ, സൗദിയിലെ ചില ശിക്ഷകൾ തലവെട്ടുക തന്നെയാണ്. ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നവരെയും ആളുകളെ കൊല്ലുന്നവരെയും മയക്കുമരുന്ന് കടത്തുന്നവരെയൊക്കെ അവിടെ തലവെട്ടി കൊല്ലാറുണ്ട്. സാമ്പത്തിക ഇടപാടുകൾക്ക് ജയിൽ ശിക്ഷ തന്നെയാണ്. ഇനി അങ്ങനെ തലവെട്ടി കൊല്ലാനാണ് അവിടെ വിധിക്കണമെങ്കിലേ അയാൾക്കുള്ള ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. നിൻ്റെയും മക്കളുടെയും കണ്ണീരിന് പഠിച്ചു നൽകുന്ന ശിക്ഷയാണത്. അതൊന്നും നോക്കണ്ട. ഈ കാര്യം ചിന്തിക്കും വേണ്ട. എൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം മാത്രം നോക്കാൻ നോക്ക്. മര്യാദക്ക് പഠിക്കാൻ നോക്ക്. 3 പരീക്ഷകൾക്കാണ് ഉപ്പ നിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു പരീക്ഷ ഉണ്ടാവും. പിന്നെ 2 മാസം കഴിയുമ്പോൾ 2 എണ്ണവും. പിന്നെ നിനക്ക് നിൻ്റെ ഡിഗ്രി പൂർത്തിയാക്കണ്ടേ? നല്ലൊരു ജോലി സമ്പാദിക്കണ്ടേ? നിൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിന് മുമ്പിൽ നിനക്ക് നിൽക്കണ്ടേ? ജീവിക്കണ്ടേ? പറ. വേണം. അവൾ പതിയെ പറഞ്ഞു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രക്ഷപ്പെടാനും പോകുന്നില്ല. നെട്ടിലൂടെ സൗദയെ നോക്കി. അതെന്താ? വിറയലോടെ അവൾ ചോദിച്ചു. എങ്ങനെ നടക്കാനാണ്? ആവശ്യമില്ലാത്ത ആളുകളെക്കുറിച്ച് ടെൻഷൻ അടിക്കല്ലേ നിനക്ക് പണി? അങ്ങനെയുള്ള നിനക്ക് എങ്ങനെയാണ് പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ കഴിയുക? സാബിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല ഇത്ത, എനിക്ക് ചെറിയൊരു വിഷമം. ഞാൻ ആദ്യമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളാണല്ലോ. എന്നെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സത്യം തന്നെ. എങ്കിലും ആൾക്ക് എതിരെ ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്തിട്ടില്ല. നല്ലത് വരുത്തണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കേട്ടപ്പോൾ ഒരു വിഷമം, അത്രയേ ഉള്ളൂ. വിഷമിക്കേണ്ട ഒരു കാര്യമില്ല സാബി. അയാളിപ്പോൾ എൻ്റെ ആരുമല്ല. നിന്നെയും നിൻ്റെ മക്കളെയും വേണ്ടാഞ്ഞിട്ടാണല്ലോ കളഞ്ഞത്. അയാൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു ചുക്കുമില്ല എനിക്ക്. ഇത്രയധികം വേണ്ടാത്തതികൾ ചെയ്ത് കൂട്ടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ഇങ്ങനെയുള്ളവരൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാബി ഒന്ന് മൂളി. സത്യത്തിൽ അവൾക്ക് ആദ്യം കേട്ടപ്പോൾ നല്ല വിഷമം തോന്നിയിരുന്നു. എന്നാൽ സൗദ പറയുന്നത് കേട്ടപ്പോൾ കാര്യങ്ങൾ വ്യക്തമായും അവൾക്ക് മനസ്സിലായി. തനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അവൾ ഓർത്തു.
ജമാലിന് ഇനി എന്ത് സംഭവിച്ചാലും അതൊന്നും തന്നെ ബാധിക്കരുത് എന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. അയാൾക്ക് 100% തന്നെ വേണ്ടാഞ്ഞിട്ടാണ് തന്നെയും മക്കളെയും നിഷ്കരുണം ഉപേക്ഷിച്ചത്. ഉപേക്ഷിക്കുന്ന സമയത്ത് താൻ ഗർഭിണിയായിരുന്നു. സത്യത്തിൽ ജമാലും അയാളുടെ കുടുംബവും ഏൽപ്പിച്ച മാനസികത മൂലമാണ് തൻ്റെ കുഞ്ഞ് മരിച്ചുപോയത്. സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ, തന്നെ ആദ്യം മുതൽ ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ, തനിക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ, മനപ്രയാസം കുറഞ്ഞിരുന്നെങ്കിൽ, തൻ്റെ 3ാമത്തെ കുഞ്ഞിപ്പോൾ തൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. അത്രയധികം വിഷമങ്ങൾ ഈ സമയത്ത് താൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഫോൺ വിളിക്കാൻ കൂടി അയാൾ തയ്യാറായിട്ടില്ല. അങ്ങനെ തന്നെ ഉപദ്രവിച്ച ഒരാൾക്ക് വേണ്ടി ഇനിയും സങ്കടപ്പെടുന്നതിൽ കാര്യമില്ല. അയാൾക്ക് പടച്ചവൻ വിധിച്ചതൊക്കെ വരട്ടെ എന്ന് മനസ്സിലോർത്തതും അവളുടെ സങ്കടങ്ങളെല്ലാം മാറി. എല്ലാം എനിക്ക് മനസ്സിലായി സൗദത്ത, പടച്ചവൻ വിധിച്ചതൊക്കെ വരട്ടെ. അത് കേട്ടപ്പോഴാണ് സൗദക്ക് സമാധാനമായത്. ഇതേ സമയം നബീസും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മരുമക്കൾ കാര്യം അവരോട് പറഞ്ഞില്ലെങ്കിലും ആബിദ അറിഞ്ഞ ഉടനെ തന്നെ ഫോൺ വിളിച്ച് ഉമ്മയോട് കാര്യം പറഞ്ഞു. ഉമ്മയുടെ അടുത്തേക്ക് ആബിദയും മക്കളും ഓട്ടോ വിളിച്ചു വന്നു. ഇനി എന്ത് ചെയ്യും മോളെ? ഈ റാഫിക്ക് വിളിച്ചു നോക്കിയോ? അവൻ എന്താ പറഞ്ഞത്? ഈ റാഫിയെ വിളിച്ച് റസാക്കിനെയും സലീമിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ. അവിടെയുള്ള ആൾക്കാരെ ആരെങ്കിലും വിളിച്ച് എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കാൻ നോക്ക്. ഉമ്മ വെപ്രാളത്തോടെ പറയുന്നത് കേട്ട് ആബിദ ദേഷ്യത്തോടെ ഉമ്മയെ നോക്കി. ഉമ്മ എന്താ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനല്ല അവിടെ. വിടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ അവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും. ജമാലിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കരുത് എന്നാണ് ഇക്ക പറഞ്ഞത്. കഫീലിനെ പറ്റിക്കാൻ അവനോട് ഞാൻ പറഞ്ഞു എന്നാണ് ഇക്ക ചോദിക്കുന്നത്. ജമാലിനെ പോലെ എൻ്റെ ഇക്കയും എത്ര കാലമായി അവിടെ ജോലി ചെയ്യുന്നത്. ഇതുവരെ ഒരു അറബിയുടെയും ഒരു റിയാൽ പോലും ഇക്ക പറ്റിച്ചിട്ടില്ല. ജമാലും ആരും പറ്റിക്കില്ല. അതൊക്കെ ശത്രുത കൊണ്ട് ആരെങ്കിലും പറയുന്നത് ആബിദ. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നല്ല കാര്യങ്ങളുമ്മ. ജമാൽ അവിടെ കണ്ടവരൊക്കെ പറ്റിച്ചിട്ടുണ്ട്. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചിരുന്നു. അവൻ്റെ കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അവൻ്റെ കഫീൽ വിചാരിച്ചാൽ മാത്രമേ അവന് പുറത്തിറങ്ങാൻ പറ്റൂ. അതിനൊരു കോടിക്കണക്കിന് രൂപ കൊടുക്കണം. അത്രയും പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൈസയൊക്കെ ജമാൽ ആർക്ക് കൊടുത്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവനോട് വീടിൻ്റെ മതിൽ കെട്ടാൻ 1,00,000 രൂപ കടം ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞതാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജമാൽ ഒരിക്കലും അങ്ങനെ ആരെയും പറ്റിക്കില്ല. ഓനോട് ശത്രുതയുള്ള ആരെങ്കിലും ഇക്കാര്യം ചെയ്തത്. ഓന് നല്ലതുപോലെ പണിയെടുക്കല്ലോ. ഓൻ്റെ പണി കളയാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കും. ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ ആബിദ പുച്ഛഭാവത്തിൽ തലയാട്ടി. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എൻ്റെ ഇക്കയും ഇവിടുത്തെ ഇക്കമാരും എല്ലാം പറഞ്ഞത് ജമാലിൻ്റെ അടുത്താണ് തെറ്റെന്നാണ്. ഇക്കമാരെല്ലാവരും കൂടി കഫീലിനെ കാണാൻ പോയിരുന്നത്രേ. കഫീൽ പറഞ്ഞത് കേട്ടപ്പോൾ തൊലി ഇഞ്ഞു പോയി എന്നാണ് അവരൊക്കെ പറഞ്ഞത്. എന്തായാലും കുറച്ച് ദിവസങ്ങളൊക്കെ നോക്കാം. അതിനുള്ളിൽ അയാൾക്ക് അലിവ് തോന്നിയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടി വരും ജമാൽ. അതാണ് സൗദിയിലെ നിയമം. നബീസു അറിയാതെ തലയിൽ കൈവച്ചു പോയി. ഞാനൊരു കാര്യം പറയട്ടെ ഉമ്മ. ഇതൊക്കെ സാബിയുടെ കണ്ണീരിൻ്റെ ഫലമായിരിക്കും. അവളെ കണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു നോക്കാം. ഇനി അതേ രക്ഷയുള്ളൂ. നബീസു പതിയെ തലയാട്ടി. യത്തീമക്കളുടെ കണ്ണീരിന് പടച്ചവൻ പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന് അവർക്ക് തോന്നി. ഞാൻ അവളെ മൊബൈൽക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ആബിദ ചോദിച്ചത് കേട്ട് നബീസു തലയാട്ടി. ആബിദ മൊബൈലിൽ നിന്നും സാബിയുടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ലൈലയും സെലീനയും അങ്ങോട്ട് വരുന്നു. ഉമ്മ, പിന്നെ വിളിക്കാം, അവർ വന്നു പോയിക്കോട്ടെ. നീ എപ്പോൾ വന്ന ആബിദ? സെലീന ചോദിച്ചത് കേട്ട് അവൾ മൂക്ക് പിഴിഞ്ഞ് 2 പേരെയും മാറി മാറി നോക്കി. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. എനിക്ക് പിന്നെ അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല. എന്ത് വിവരം? ലൈല അമ്പരപ്പോടെ ചോദിച്ചു. ആബിദ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിലും അവർ മനസ്സിലാവാത്തതുപോലെ നടിക്കുകയാണെന്ന് സെലീനയ്ക്ക് തോന്നി. അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ജമാലിനെ സൗദി ജയിലിൽ അടച്ചു എന്നാണ് കേട്ടത്. ജയിലിൽ അടച്ചില്ലല്ലോ, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്? എന്നോട് ഇക്ക പറഞ്ഞത് അതാണ്. പഴയ കടയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ചെറിയ കേസ് തെളിവെടുക്കാൻ വേണ്ടി ജമാലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? അത്രയല്ലേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. നബീസു സമാധാനത്തോടെ ചോദിച്ചു. അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ആബിദ ചോദിച്ചത് കേട്ട് ലൈല ഒന്ന് പതിയെ തലയാട്ടി. തൽക്കാലം പേടിക്കേണ്ട. അതോടെ നബീസുവിൻ്റെ മുഖം തെളിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ആബിദ, എൻ്റെ ജമാൽ അങ്ങനെ ഒരു ഇടങ്ങാറോ ആർക്കും ഉണ്ടാക്കൂല. അങ്ങനെയല്ലേ ഞാൻ ഓനെ വളർത്തിയത്.
അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ടില്ല ഉമ്മ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ആരും വിട്ടു പറയുന്നില്ല. ജമാലിൻ്റെ കയ്യിൽ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഈ വിവരങ്ങളൊക്കെ പറയാം. ജാസ്മിൻ എവിടെ പോയി ഉമ്മ? ലൈല ചോദിച്ചത് കേട്ട് നബീസുവിൻ്റെ മുഖം കറുത്തു. അവളെ അരിശത്തോടെ നോക്കി. ഓ, ഓളെ കാര്യം നിന്നോട് ചോദിക്കണ്ട. ഓൻ്റെ കൂടെ ഓളൊന്ന് ഇറങ്ങിപ്പോയതാ. പിന്നീട് ഇതുവരെയൊന്നും വിളിച്ചിട്ട് കൂടില്ല. ഇങ്ങനെയുണ്ടോ ഒരു മരുമകള്? കുടുംബക്കാരൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ തൊലി ഇഞ്ഞു പോവാ. ഓളിനി നേരെ ഗൾഫിലേക്ക് പോകണല്ലോ എന്നല്ലേ പറഞ്ഞത്? ഈ വീട്ടിൽ നിൽക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ജമാലിൻ്റെ വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഒരു മാരണത്തിനെയാണല്ലോ ഓനെ തലയിലെടുത്ത് വെച്ചത്. വേണ്ടായിരുന്നു. നമ്മളാദ്യം തലയിലേക്ക് വെച്ച് കൊടുത്താലല്ലോ, ഓനായിട്ട് തേടി പിടിച്ച് കൊണ്ടുവന്നതല്ലേ. ഇനി ഓനായി അവൻ്റെ പാടായി. ആബിദ പെട്ടെന്ന് പറഞ്ഞു. ഉമ്മാക്കും ആബിദക്കും ഇത്ര പെട്ടെന്ന് അവളെ മടുത്തു എന്ന് മനസ്സിലായി. ഉമ്മ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. ഇനി 2 ദിവസം സ്കൂളും മദ്രസൊന്നും ഇല്ലല്ലോ. പോരാത്തതിന് ആബിദ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഒറ്റക്കുമല്ല. പിന്നെ ഉപ്പാണെങ്കിൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ പോട്ടെ. ഞാൻ നിങ്ങളോട് പോകണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടാളും കൂടെയൊക്കെ തീരുമാനിച്ച ശേഷമല്ലേ എന്നോട് പറയാം. എൻ്റെ വാക്കൊക്കെ ആര് കേൾക്കണ്? പ്രസവിച്ച മക്കൾ കേൾക്കണില്ല. പിന്നെയല്ലേ മരുമക്കൾ. പിന്നെ ഇന്നെ കണ്ടിട്ട് ആരും പോണ്ട. ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതല്ല. ജമാലിൻ്റെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഓടി വന്നതാ. ഞാൻ ഇപ്പോൾ തന്നെ പോവും. പിന്നെ ഈ വീട്ടിൽ ഉമ്മ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആബിദ പറഞ്ഞു. എങ്കിൽ പിന്നെ ഉമ്മയെ ഒറ്റക്കാക്കണ്ട. ഈ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മാനും കൂടി കൊണ്ടുപോയിക്കോ. അപ്പോൾ പിന്നെ ഉമ്മാക്കൊരു ചേഞ്ച് ആവുമല്ലോ. എത്ര കാലമായി ഈ വീട്ടിൽ തന്നെ നിൽക്കണേ. പണി പാളിയെന്ന് ആബിദക്ക് മനസ്സിലായി. രണ്ടാൾക്കും ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഓ, ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല എന്ന് കരുതി ആരും പോകാതിരിക്കാൻ നിൽക്കണ്ട. ഒറ്റക്ക് കഴിയാൻ എനിക്ക് പേടിയൊന്നുമില്ല. പോകുന്നവരൊക്കെ പോയിക്കോളി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഉമ്മ? ആരെങ്കിലുമൊക്കെ വീട്ടിൽ വേണ്ടേ? ഒരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ തന്നെ നിൽക്കാം. വെറുതെ എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അതാ നല്ലത്. ഒരു മോളുണ്ടായിട്ട് ഉമ്മാനെ നോക്കാൻ ആരില്ല എന്ന് പറയിക്കണ്ടല്ലോ. ലൈല, ഓൾ നിൽക്കാൻ ഉറപ്പിച്ച് തന്നെ വന്നാണ്. നമ്മുടെ പോക്ക് മുടക്കാനായി കളിച്ച കളിയുണ്ടോ? ആബിദയും നബീസും വീടിൻ്റെ അകത്തേക്ക് കയറി പോയിട്ടും ലൈലയുടെ ദേഷ്യം തീർന്നു നിന്നില്ല. ജമാലിനെ ശരിക്കും ജയിലിൽ തന്നെയാണല്ലോ കൊണ്ടുപോയിട്ടത്. അങ്ങനെയാണല്ലോ ഞാൻ കേട്ടത്. ഞാനും അത് തന്നെ കേട്ടത്. പിന്നെ എന്തിനാ ഉമ്മാനോട് അങ്ങനെ പറഞ്ഞത്? ഉമ്മാനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഓ, പിന്നെ ഒലക്കാണ്. എൻ്റെ പൊന്നിത്ത, കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്കറിയാം. ജമാൽ അവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓൻ ശരിക്കും ഭൂലോക ചെറ്റത്തരാണ് ഓനെൻ്റെ അറബിനോട് കാണിച്ചത്. അറബിനോട് മാത്രമല്ല, മറ്റു പാർട്ട്ണർമാരെയും ഓന് നല്ല പറ്റിച്ചിട്ടുണ്ട്. അവൻ്റെ അറബിയെല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ഓന് പിന്നെയും ആളുകളെ പറ്റിച്ചു. കളിയുടെ പേരിൽ ഒരു വലിയ സംഖ്യക്കുള്ള സാധനം പർച്ചേസ് ചെയ്ത് മറച്ചു വിറ്റ് ആ പണവുമായി മുങ്ങാനായിരുന്നു അവൻ്റെ പരിപാടി. അല്ലോ, എൻ്റെ പൊന്നത്താ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചാൽ മതിട്ടാ. ആരോടും പറയണ്ട. ഞാനിതിപ്പോൾ ഉമ്മാനോട് പറഞ്ഞ ഉമ്മ ചിലപ്പോൾ ബഹളം വെക്കും. ചിലപ്പോൾ അയൽവാസികളും നാട്ടുകാരും എല്ലാം അറിയും. എന്തോ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ ജമാൽ സൗദിയിലെ ജയിലിലാണെന്ന് എല്ലാവരും ഒരുപോലെ അറിയും. ഇവിടെ മരണം വീട് പോലെ ആളുകൾ നിറയും. എന്തിനാ വെറുതെ ഒരിത്? എന്തെങ്കിലും ആയിക്കോട്ടെ. അവനെ സാബിനെയും എല്ലാവരെയും വേദനിപ്പിച്ചതല്ലേ. ഓലെ കണ്ണീര് ഓനക്ക് തട്ടും. ഒക്കെ സാബിൻ്റെ കണ്ണീര് വീഴ്ത്തിയതിന് പടച്ചവന് കൊടുത്ത ശിക്ഷയാണ്. ഇതിനും വലിയ ജമാലിന് വരേണ്ടതാണ്. എന്തായാലും പടച്ചവൻ കാക്കട്ടെ. അല്പസമയം കഴിഞ്ഞ് ലൈലയുടെ ആങ്ങള വണ്ടിയും കൊണ്ടുവന്നു. ലൈലയും സലീനയും അവരുടെ മക്കളും ആ വണ്ടിയിലാണ് പോയത്. അവർ പോകുന്നത് ദേഷ്യത്തോട് നബീസ് നോക്കി നിന്നു. പണ്ടാരങ്ങൾ, ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഉമ്മ പ്രാകുന്നത് കേട്ടപ്പോൾ ആവത ചിരിച്ചു. ഉമ്മ, ആരും നിങ്ങൾ ഈ പ്രാകുന്നത് നിർത്ത്. നിങ്ങൾ ഈ സ്വഭാവം കൊണ്ടാണ് ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലാത്തത്. എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് മാറ്റാൻ എൻ്റെ പുന്നാര മോൾ ശ്രമിക്കണ്ട. അതോടെ ആബിദ മൗനം പാലിച്ചു. ഉമ്മയോട് തർക്കിക്കാൻ നിന്നാൽ നേരം വെളുക്കുന്നത് വരെ തർക്കിച്ചാൽ ഉമ്മ നിർത്തില്ല എന്ന് അവൾക്കറിയാം. ഉമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. എന്താ ഈ ഒന്നും മിണ്ടാത്തത്? ആ ഉമ്മ ഇക്ക വിളിക്കുന്നുണ്ട്. എടുത്തോക്ക്, എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടാവും. ഹലോ ഇക്ക, ഞാനിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മയും എൻ്റെ കൂടെ ഉണ്ട്. ജമാലിൻ്റെ വിവരം അറിയാൻ വേണ്ടി വന്നതായിരുന്നു.
പിന്നെ ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നു. ജമാലിൻ്റെ വിവരം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അവൻ്റെ കഫീലുമായി ബന്ധപ്പെട്ടു. ഞാൻ ഫോണ് ലൗഡ് സ്പീക്കറിൽ ഇടട്ടെ? ഉമ്മ കൂടി കേട്ടോട്ടെ? നബീസു ആകാംക്ഷയോടെ നിന്നു. അസ്സലാമു അലൈക്കും ഉമ്മ. വലൈക്കും അസ്സലാം. കാര്യങ്ങളൊക്കെ ഉമ്മ അറിഞ്ഞില്ലേ? വിഷമിക്കേണ്ട. ജമാലിന് അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മിക്കവാറും അവൻ്റെ കേസ് പിൻവലിക്കാനാണ് സാധ്യത. അയാൾ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമില്ല. സത്യത്തിൽ ജമാലിൻ്റെ കയ്യിൽ വന്ന അബദ്ധങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഭാവി പരിപാടികൾ നോക്കാം. ഉടനെ അവനെ വിഴുമായിരിക്കുമല്ലേ മോനെ? അയാൾ പറഞ്ഞ പണം കൊടുത്താൽ ആ നിമിഷം അവനെ വിടും. പണമോ? നെട്ടിലൂടെ നബീസ് ചോദിച്ചു. അതെ, പണം തന്നെ. അപ്പോൾ ഉമ്മയോട് ആരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞത് അബദ്ധമായി എന്നതുപോലെ റാഫി ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്നാ ഉമ്മ കേട്ടോ, 10 കോടി രൂപയാണ് കഫീൽ ആവശ്യപ്പെട്ടത്. അത്രയും പണം കൊടുത്താൽ ഉടനെ തന്നെ ജമാലിനെ വിടും. എൻ്റെ പഠിച്ചോനെ, 10 കോടി രൂപയെ? അത്രയും പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? അതാണ് ഞങ്ങൾ ആലോചിച്ചത്. 50 കോടി രൂപയാണ് അയാൾ ചോദിച്ചത്. കൈയും കാലും പിടിച്ചാണ് 10 കോടിയാക്കിയത്. ഓ, എന്തൊരു മനുഷ്യനാണ് അയാൾ! അയാൾക്ക് എന്തിനാ ഇത്രയും പൈസ? ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് അയാൾ ചാകുമ്പോൾ കൊണ്ടുപോവോ? അരിശത്തോടെയുള്ള ഉമ്മയുടെ ചോദ്യം കേട്ട് റാഫി ചിരിച്ചു. ഉമ്മ, ജമാൽ അയാൾ പറ്റിക്കാൻ നോക്കിയിട്ടല്ലേ? അയാൾ പറഞ്ഞ കണക്കുകൾ പ്രകാരം 10 കോടിയിലേറെ രൂപ 2-3 വർഷങ്ങൾ കൊണ്ട് ജമാൽ അയാളെ പറ്റിച്ചിട്ടുണ്ട്. കണക്ക് പ്രകാരം അത്രയും വരും. കണക്കിൽപ്പെടാത്ത പൈസ വേറെയും. അതൊക്കെ അയാൾ വെറുതെ പറയുന്നതാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? ഓൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണല്ലോ കുഴപ്പം. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. വെറുതെ കിട്ടിയ പൈസയല്ലേ? അങ്ങനെ വരുമ്പോൾ ആർക്കും ആക്രാന്തം വരും. അത് ഇരട്ടിപ്പിക്കാനായി ഇവിടെ ഏതൊക്കെ തട്ടിപ്പ് ഓൺലൈൻ മാർക്കറ്റിൽ കൊണ്ടുപോയി പണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പോയി. കോടിക്കണക്കിന് രൂപ പലയിലിട്ടിട്ടുണ്ട്. എന്താ ചെയ്യുക? അതൊക്കെ പോയില്ലേ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാക്കിയതെല്ലാം പോയി. ഇനി കടെല്ലാം വീട്ടണം. സത്യം പറഞ്ഞാൽ ജമാലിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും അതെന്നെ പറയുന്നത്. ഓനെ ആരും സഹായിക്കാറില്ല ഇവിടെ. പിന്നെ എങ്ങനെ ഓനെ സഹായിക്കുക? അതുകൊണ്ട് ഇവിടെ നിന്നൊരു റിയാൽ പോലും അവൻ്റെ കാര്യത്തിന് കിട്ടില്ല. പഠിച്ചോനെ, വേദനയോടെ നബീസി വിളിച്ചു. ആബിദക്കും ശരിക്കും വിഷമം തോന്നി. അവൾക്ക് റാഫിയോട് അല്പം ദേഷ്യം തോന്നി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉമ്മാനോട് തുറന്നു പറയേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അതിനുള്ള മറുപടിയും റാഫിയിൽ നിന്ന് കിട്ടിയിരുന്നു. ഉമ്മയോട് പറയണ്ടേന്ന് കരുതിയതാണ്. ഞാൻ നേരത്തെ ഇക്കാക്കമ്മയുടെ അടുത്ത് പോയിരുന്നു. അവർ തന്നെയാണ് ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഉപ്പയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും ഉപ്പയും ഉമ്മയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ദിവസം അറിയല്ലോ. ഇനി ഉമ്മയും ഉപ്പയും വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതെന്താ? ആകാംക്ഷയോടെ നബീസ് പറഞ്ഞു. നിങ്ങൾ രണ്ടാളെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അറബിയുടെ മനസ്സ് മാറ്റിന്. ഉമ്മാരും ഉപ്പാനെന്ന് പറഞ്ഞാൽ ഓൽക്ക് ഭയങ്കര കാര്യമാണ്. തളർന്നു കിടക്കുന്ന ഉപ്പയെ കണ്ടാൽ എന്തായാലും അയാളുടെ മനസ്സിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു. നബീസുവിന് അത് കേട്ടപ്പോൾ ആശ്വാസമായി. പിന്നെയും വേറെ വഴിയുണ്ടുമ്മ. ഉപ്പാൻ്റെ പേരിൽ നാട്ടിൽ ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ. അളിയന്മാർ പറഞ്ഞത് അങ്ങാടിയിലുള്ള ഭൂമി വിറ്റാൽ തന്നെ 10 കോടിയിലേറെ രൂപ കിട്ടുമെന്നാണ്. ഒരു വഴിയുമില്ലെങ്കിൽ ആ ഭൂമി വിറ്റ് പണം കൊടുത്താൽ മതി. അല്ലോ, അതൊന്നും വേണ്ടേക്ക. ഉമ്മയും ഇപ്പയും അവിടെ വന്ന് കാല് പിടിച്ച് അയാളുടെ മനസ്സ് മാറ്റിക്കോളും. കണ്ണായ സ്ഥലത്തുള്ള ഭൂമിയാണ്. അത് ജമാലിന് വേണ്ടി മാത്രം വിൽക്കുന്നതിനോട് ഉപ്പാക്ക് താല്പര്യം ഉണ്ടാവില്ല. അത് എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ? ആബിദ പെട്ടെന്ന് പറഞ്ഞു. നബീസും അതിനോട് യോജിച്ചു. അത് വിൽക്കാൻ ഉപ്പ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല മോനെ. ഉപ്പാക്ക് സ്ഥലം വിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ ജമാലിന് വേണ്ടി. ഓൻ്റെ സ്വഭാവം അറിയാലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉമ്മ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാര കേസ് അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ പോലെ വിധി വരാൻ കുറേ കാലം കാത്തിരിക്കേണ്ടിയും വരില്ല. നമ്മൾ ഉന്തിത്തള്ളി നേരം കളഞ്ഞാൽ ചിലപ്പോൾ കേസുകൾ പിന്നെയും കൂടും. ജമാൽ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ആകുമ്പോൾ ഓന് പിന്നെ പുറത്തിറങ്ങാനേ പറ്റില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇവിടെ ഞാനും ഇളയന്മാരും എല്ലാവരും ജമാലിനെ രക്ഷിക്കാൻ ആവത് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഉപ്പാനെ കൊണ്ട് ആ സ്ഥലം വിൽക്കാൻ നോക്കണം. 15 ദിവസത്തിനുള്ളിൽ കാര്യം നടന്ന പിറ്റേ ദിവസം ജമാൽ നാട്ടിലെത്തും. എന്തായാലും നിങ്ങളൊന്ന് ഉപ്പാക്ക് വിളിച്ചു നോക്ക്.
നബീസു കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. ജമാലിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള അങ്ങാടിയിലെ കണ്ണായ സ്ഥലം വിൽക്കാൻ തൻ്റെ ഭർത്താവ് തയ്യാറാകുമോ എന്നതായിരുന്നു നബീസുവിൻ്റെ ഏറ്റവും വലിയ ഭയം. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.